രണ്ടാമത്തെ ഇതേപോലെ എനിക്ക് വേറൊരു വ്യക്തിയുണ്ട്, ശ്രീകണ്ഠൻ നായർ. നിങ്ങളുടെ മീഡിയ ഫീൽഡിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം വളരെ ചുറുചുറുപ്പാണ്, ഒരു എനർജിയുടെ ഒരു ഡൈനാമൈറ്റ് ആണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണും വളരെയധികം പ്രായം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണും ഞാൻ ഒരു തവണ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടിട്ടില്ല തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു, ഇങ്ങനെ പറഞ്ഞു, സർ നിങ്ങളൊന്ന് വാ, നിങ്ങളുടെ കണ്ണിനെ ഞാൻ നല്ല ഭംഗിയാക്കി തരാം. കാരണം അദ്ദേഹത്തിന്റെ കണ്ണ് ശരിക്കും ഏജ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ബ്ലെഫറോപ്ലാസ്റ്റി ഏജ്ഡ് ആണ് നല്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാനറിസം, അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ഒരു എനർജി, ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ്. സോ അദ്ദേഹത്തിന് ആ ഒരു കണ്ണ് ശരിയായിരുന്നെങ്കിൽ ഇതിന്റെ 10 മടങ്ങ് സൗന്ദര്യം വന്നേനെ എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും സാധാരണക്കാരാണ് കൂടുതലും ഇപ്പോൾ സർജറീസ് ഓപ്റ്റ് ചെയ്യുന്നത്. മീഡിയ ഫീൽഡിലുള്ളവർ അധികം ഓപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ ന്യൂസ് റീഡേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, സൂര്യ ശ്രദ്ധിക്കുവാണെങ്കിൽ, ഒരുപാട് ന്യൂസ് ലീഡേഴ്സിന്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഐ ബാഗ് ഉണ്ട്, ഒരുപാട് പേർക്ക് കണ്ണ് ചുളിവുണ്ട്, വളരെയധികം റിങ്കിൾസ് ഉണ്ട്. ഇവരൊക്കെ ഒരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഇവരൊക്കെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് ചെറുപ്പമായിട്ട് തുടരും. അതാണ് ബ്ലെഫറോപ്ലാസ്റ്റി. അതാ ഞാൻ പറഞ്ഞത്, ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ ഒരു സർജറി.